2024 നടത്തിയ ഖാദി ബോർഡ് LD ക്ലർക്ക് 5ാം ഘട്ട പരീക്ഷാ ചോദ്യപേപ്പറും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് C. ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി TK മാധവൻ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. മൂന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? 4. ഓപ്ഷൻ എ 3 മാത്രം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. അഞ്ചാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി ശ്രീ U ഷറഫ് അലി. ആറാമത്തെ ചോദ്യം, ചാന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ഷേപ്പ്. ഏഴാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി P വത്സല. എട്ടാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ഒമ്പതാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. പത്താമത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. 11ാമത്തെ ചോദ്യം, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല? ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 12ാമത്തെ ചോദ്യം, കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ സി ദേശീയ ജലപാത 3. 14ാമത്തെ ചോദ്യം, ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. 15ാമത്തെ ചോദ്യം, യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. 16ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. 17ാമത്തെ ചോദ്യം, ഉപദ്വീപി നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ഡി ഗോദാവരി. 18ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 2ഉം 3ഉം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഇത് രണ്ടും പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 1853. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഓപ്ഷൻ ഡി ജാറിയ. 21ാമത്തെ ചോദ്യം, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം? ഓപ്ഷൻ ഡി 3:2. 22ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ഡി അനുച്ഛേദം 21. 25ാമത്തെ ചോദ്യം, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്?
ഓപ്ഷൻ എ ദേവനാഗിരി. 26ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ഡി കടുവ. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി അനുച്ഛേദം 21A. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഓപ്ഷൻ ബി ഭാഗം 4A. 29ാമത്തെ ചോദ്യം, ദേശീയഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. 30ാമത്തെ ചോദ്യം, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ഓപ്ഷൻ എ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഇടുക്കി. 32ാമത്തെ ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഓപ്ഷൻ ബി PT ഉഷ. 33ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2017. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി പാമ്പാറ്. 35ാമത്തെ ചോദ്യം, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. 36ാമത്തെ ചോദ്യം, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഓപ്ഷൻ ബി നഞ്ചിയമ്മ. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. 38ാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ടു കായൽ. 40ാമത്തെ ചോദ്യം, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്ക്. ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര താലൂക്ക്. 41ാമത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. 42ാമത്തെ ചോദ്യം, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഓപ്ഷൻ ബി അരുവിപ്പുറം. 43ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 44ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1924. 45ാമത്തെ ചോദ്യം, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി അരയ സമാജം. 46ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ. 47ാമത്തെ ചോദ്യം, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? കെ കേളപ്പൻ. ഓപ്ഷൻ ഡി കെ കേളപ്പൻ. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. 49ാമത്തെ ചോദ്യം, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഓപ്ഷൻ എ പാരീസ്. 50ാമത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 52ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ എ രാമൻ നമ്പി.
53-ാമത്തെ ചോദ്യം ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി. ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 54-ാമത്തെ ചോദ്യം 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബ്രസീല്. 55-ാമത്തെ ചോദ്യം അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. 56-ാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1919. 57-ാമത്തെ ചോദ്യം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാബായ് നവറോജി. 58 സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവാര്? അല്ലാമ മുഹമ്മദ് ഇക്ബാല്. സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവാരാണ് മുഹമ്മദ് ഇക്ബാൽ. 59-ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഓപ്ഷൻ ബി ബക്രാനങ്കൽ. 60-ാമത്തെ ചോദ്യം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ റൗളറ്റ് ആക്ട്. 61-ാമത്തെ ചോദ്യം ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. 62-ാമത്തെ ചോദ്യം കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. ഓപ്ഷൻ എ സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. 63-ാമത്തെ ചോദ്യം രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. 64-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിന്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. 65-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ജീവികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 4 മാത്രം. 66-ാമത്തെ ചോദ്യം അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ്. 67-ാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഓപ്ഷൻ സി ഇന്ത്യ. 68-ാമത്തെ ചോദ്യം ശുദ്ധജലത്തിന്റെ pH മൂല്യം. ഓപ്ഷൻ എ 7. 69-ാമത്തെ ചോദ്യം പയർചെടിയുടെ സങ്കരയിനം ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി. 70-ാമത്തെ ചോദ്യം വനവിഭവം അല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണ. ഓപ്ഷൻ ഡി മണ്ണെണ്ണ. 71-ാമത്തെ ചോദ്യം ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ 18. 72-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. 73-ാമത്തെ ചോദ്യം ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഓപ്ഷൻ ബി കാർമോയോസിൻ. 74-ാമത്തെ ചോദ്യം ആദ്യത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ സി റൂദർഫോർഡ്. 75-ാമത്തെ ചോദ്യം കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്കിന്റെ അയിരാണ്.
76ാമത്തെ ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനമാണ് ഓപ്ഷൻ ഡി അപവർത്തനം. 77ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ബാഷ്പീകരണം. 78ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം. 79ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഓപ്ഷൻ ബി ഭ്രമണചലനം. 80ാമത്തെ ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ. 80